ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിലുള്ള ഇടപാടുകൾ തെളിയിക്കാൻ SITക്ക് കഴിയും. കേസിൽ തെളിവുകൾ തേടിയ അന്വേഷണ സംഘം തന്ത്രിയുടെ വീട്ടിലെത്തി. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ചില രേഖകൾ കണ്ടെത്താനായിരുന്നു പരിശോധന. അതിനിടെ കണ്ഠരര് രാജീവർക്കെതിരെ അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ അന്വേഷണ സംഘം അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങാനൊരുങ്ങുകയാണ്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, അഴിമതി നിരോധന നിയമം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിന് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണ്ണക്കവർച്ച കേസിൽ വെള്ളിയാഴ്ച രാത്രി കോടതി റിമാൻഡ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തിച്ച അദ്ദേഹത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിലേക്ക് മാറ്റി. ജനറൽ ആശുപത്രിയിൽ ECG ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയ ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ഡോക്ടർമാർ ശുപാർശ നൽകിയത്. തന്ത്രിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ജനറൽ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു. കാലിൽ നീരുണ്ട്, രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി. കൂടുതൽ പരിശോധനകൾക്കായാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും ഡോക്ടർമാർ പറഞ്ഞു. പുള്ളിക്ക് ഓൾറെഡി പലവിധ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പോൾ നോക്കിയാൽ പ്രഷറും കാര്യങ്ങളൊക്കെ വളരെ വേരിയേഷൻ ഉണ്ടായിരുന്നു. 200 അടുത്ത BPയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ കിടന്ന് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ECG എടുത്താലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്നാലും കാലിൽ നീരും കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് ഇവാലുവേഷനായിട്ട് നമ്മൾ ജസ്റ്റ് മെഡിക്കൽ കോളേജിലോട്ടൊരു റൂട്ടീൻ ചെക്കപ്പിനായിട്ട് വിട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യേണ്ട ഒരു എന്താ സാഹചര്യം എന്തായിരുന്നു? അല്ല, അത് പുള്ളിക്ക് പറഞ്ഞ പ്രശ്നത്തിലും വലിയ വേരിയേഷൻ ഉണ്ട്, കുറച്ചൊരു വേരിയേഷൻ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഫർദർ ഇവാലുവേഷനും ഈ പറഞ്ഞ കാലിലെ നീര് ഭാഗത്തിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാനും പറ്റുമോ. ഉച്ചയ്ക്ക് ശേഷമാണ് കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തിയത്. വനിതാ പോലീസ് അടക്കം SITയുടെ 8 അംഗ സംഘമാണ് എത്തിയത്. വീട്ടിൽ നിന്നും ചില രേഖകൾ പിടിച്ചെടുത്തതാണ് സൂചന. കൂടുതൽ അന്വേഷണത്തിന് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. ചൊവ്വാഴ്ച തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ വാങ്ങാനാണ് ആലോചിക്കുന്നത്. തന്ത്രി ആശുപത്രിയായതിനാൽ ഇത് വൈകാനും സാധ്യതയുണ്ട്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്ത് തന്ത്രി ആചാരലംഘനത്തിന് കൂട്ടുനിന്നെന്നും തട്ടിപ്പിന് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലുമായി പറയുന്നത്. 13ാം പ്രതിയായ കണ്ഠരര് രാജീവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, പൊതുസ്വത്തിന്റെ അപഹരണം, ദുരുപയോഗം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വേണമെന്നും SIT പറയുന്നു. ഈ മാസം 23 വരെയാണ് കൊല്ലം വിജിലൻസ് കോടതി രാജീവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ BJP നേതാക്കൾ തന്ത്രിയുടെ വീട് സന്ദർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.